ക്ലീ 2026 എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത് എൻട്രൻസ് കമ്മീഷണറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ CEKerala.gov.in ഇതുവരെ 2026 കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം ഇതിന് ഇപ്പോൾ പ്രിപ്പയർഡ് ആവണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മികച്ച കോളേജുകളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന് മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. CEKerala ഔദ്യോഗികമായ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഔദ്യോഗികമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, EWS. ഇപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് അതിൻ്റെ റിസർവേഷൻ കമ്മ്യൂണിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൃത്യമായി വാങ്ങിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ, എക്സ് സർവീസ് മാൻ, സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ, ഇവർ അതാത് അതോറിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് നേരത്തെ കൂട്ടി തന്നെ മേടിച്ച് വെക്കുക. കൂടുതൽ ചോദ്യങ്ങളായാലും കോഴ്സായാലും വരുന്നത് എന്നാണ് ക്ലീയുടെ എൻട്രൻസ് എക്സാം വരാൻ സാധ്യതയുള്ളതെന്നാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഒഴിച്ചു ബാക്കി എല്ലാ കാലഘട്ടങ്ങളിലും ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരുന്നു കേരള ലോ എൻട്രൻസ് എക്സാം നടത്തി വരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ മെയ് ഫസ്റ്റ് വീക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്നും പറഞ്ഞിട്ടൊരു ഉത്തരവ് CEKerala ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും ജൂൺ 1 എക്സാം നടക്കുകയും ചെയ്തു. പക്ഷേ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇതുവരെയും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ വിളിക്കാനുള്ള സാധ്യത അടുത്ത മാസങ്ങളിലെല്ലാം മിക്കവാറും ഉണ്ടാവും. നിങ്ങൾ ചിട്ടയായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് 4 സർക്കാർ ലോ കോളേജസ് ഉണ്ട്. ഇപ്പം എൻട്രൻസിൽ ഏറ്റവും ടോപ്പ് റാങ്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോളേജുകളിൽ നമുക്ക് സൗജന്യമായിട്ട് തന്നെ, ഇപ്പോൾ 5 ഇയർ എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും 3 ഇയർ എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും സൗജന്യമായിട്ട് തന്നെ LLB പഠനം പൂർത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ പോലും പെർ ഇയർ 36+ സംതിങ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയോളം നിങ്ങൾ 5 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പഠിച്ച് മികച്ച റാങ്കോടുകൂടി കയറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർക്കാർ ലോ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയും നിങ്ങൾക്ക് ഇത്രയും പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതുമാണ്.